നമസ്കാരം. എൻ്റെ പേര് ശ്യാംനാരായണൻ. ഇത് ഞാൻ ഒരു ജൂൺ 21, 2012 അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കാണുന്ന തന്നെ. ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടർ, ഇയാളിപ്പോൾ മലയാള സിനിമയിൽ വന്നിട്ടൊരു 10-11 വർഷമായിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോഴും ആൾക്കാർ 90% ആൾക്കാരും ഈ നെറ്റിൽ പൃഥ്വിരാജ് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിയിട്ടാണ് ടൈപ്പ് ചെയ്യുക. ഇതാ ഒന്നുമില്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് എഴുതും, അല്ലെങ്കിൽ പൃഥ്വിരാജ്. ഈ പ്രീയിലാണ് പ്രശ്നം. പ്രീ എന്നല്ല, പ്രീ എന്നാണ് സംഭവം. നമ്മൾ ടൈപ്പ് ചെയ്യണം, ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഗൂഗിളിന്റെ ടൈപ്പിംഗ് സംഭവം ഈ സംഭവമാണ് എല്ലാവരും യൂസ് ചെയ്യണത് ഓൾമോസ്റ്റ്. പക്ഷെ അതിൽ തന്നെ തെറ്റിയിട്ടാണ് സംഭവം. കാരണം അതിലിപ്പോൾ പൃഥ്വി എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ ഒരു ഓപ്ഷനും ഇല്ല. അതാണ് പ്രശ്നം. ഇതാ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിലത്തെ പോസ്റ്റ് നോക്കുമ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാളെ മികച്ച നടനുള്ള അവാർഡിനായി പൃഥ്വിരാജ്. അവിടെയും പൃഥ്വിരാജ്. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെ പോകുന്നത്? അവിടെയും പൃഥ്വിരാജ്. അപ്പം അതാണ് അവസ്ഥ. പിന്നെ ഫേസ്ബുക്കിൽ പൃഥ്വിരാജ് സെർച്ച്, ഇതൊക്കെ ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ച പേജാണ്. കാരണം നെറ്റ് അത്ര സ്പീഡ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഇവിടെ പൃഥ്വിരാജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നല്ലോണം റിസൾട്ട് വരുന്നുണ്ട്. 2 minutes ago, 11 minutes ago ഹിന്ദിയൊക്കെ വരുന്നുണ്ടായി. എന്നാൽ പൃഥ്വിരാജ് പ്രോപ്പറായിട്ടുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ 2 hours, 2 മണിക്കൂർ മുമ്പ്, 3 മണിക്കൂർ മുമ്പേ, 9 മണിക്കൂർ ഇന്നലെ. അതൊക്കെയാണ് ഇന്നലത്തെയൊക്കെ ഹിന്ദിയൊക്കെ. അപ്പോൾ കൂടുതൽ ആള് ടൈപ്പ് ചെയ്യണതാണല്ലോ കൂടുതൽ റിസൾട്ട് വരിക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അധികം പേരും തെറ്റിയിട്ടാണ് ടൈപ്പ് ചെയ്യണത്. അതന്നെ. അപ്പോൾ പൃഥ്വിരാജ് ഇതിലെങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കുക? ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷനാണിത്. ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ ഇപ്പം എന്തോ ക്ലൗഡ് എന്തൊക്കെയോ മാറ്റിയിരുന്നു. നേരത്തെ ട്രാൻസ്ലിറ്ററേഷൻ ആയിരുന്നു. അപ്പം എന്തായാലും ഇതിൽ പൃഥ്വി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൃഥ്വി എന്നാണ് വരിക. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത്. പിന്നെന്താ ഉള്ളത്? ഇത് രണ്ടുമാണ് ഇതിലുള്ള ഓപ്ഷൻ. ഇനിയിപ്പോൾ എന്നാൽ PRU നോക്കാം. PRUTHVI അത് നോക്കിയാലും പൃഥ്വി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പൃ വെച്ചിട്ടൊരു ആകെ 2-3 വാക്യം മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഒന്ന് പൃഥ്വി. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. പിന്നെ പൃഷ്ഠഭാഗം എന്ന് പറയും, അതായത് ബാക്ക് സൈഡിനാണ് പൃഷ്ഠഭാഗം എന്ന് പറയുന്നത്. ഇതിൽ പൃഷ്ഠം എന്നുള്ള സംഭവം കറക്റ്റ് ആയിട്ടുണ്ട് തോന്നുന്നു ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ. അപ്പോൾ PRUSHTAM പൃഷ്ഠം എന്നുണ്ട്. അറ്റ്ലീസ്റ്റ് പൃഷ്ഠം എന്നാണ്. പക്ഷെ അറിയില്ല, നമുക്കിപ്പോൾ പൃഷ്ഠം എന്നല്ല ടൈപ്പ് ചെയ്യേണ്ടത്, പൃഥ്വിരാജ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പൃഷ്ഠം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷനിൽ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. പൃഷ്ഠം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇത് കളയുക, അതിലത്തെ ഷ്ടം കളയുക, എന്ന് കിട്ടി. ഇനി ആദ്യം PRITHVI ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ധ്വി വരും. എന്നിട്ട് അതിന്ന് ഈ പ്രിയാണ്ട് കളയുക. പൃഥ്വി. യെസ്, പൃഥ്വിരാജ് കിട്ടി. ഇനി നമുക്കിത് കോപ്പി ചെയ്തിട്ട് എവിടെ വെച്ചാൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ടൂളുണ്ട്. ഗൂഗിളിൻ്റെ എന്താ പറയുക, സിസ്റ്റത്തിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ലാംഗ്വേജ് ബാറിൽ ഇത് വരും, ഇംഗ്ലീഷോ മലയാളം വേണ്ടത്. അപ്പോൾ അതിൽ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. വേർഡിൽ ഇവിടെ വേർഡ് എടുത്തിട്ട് മലയാളം സെലക്ട് ചെയ്യണം. മലയാളം സെലക്ട് ചെയ്തു. അപ്പോൾ പൃഥ്വിരാജ് ഇല്ല, എപ്പോഴും പൃഥ്വിയൊക്കെ വരണം. PRU അടിച്ചാൽ മതി. ഇതിൽ ഉണ്ട്. ഇതിൽ മറ്റേ ട്രാൻസ്ലിറ്ററേഷൻ ഓൺലൈനിൽ ഇല്ലാത്ത പൃഥ്വിരാജ് എന്നുള്ള വേർഡ് ഇവിടെ സജഷനായിട്ടും വരുന്നുണ്ട്. പൃഥ്വി എന്ന് അടിക്കുമ്പോൾ തന്നെ പൃഥ്വി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേർഡിൽ ടൈപ്പ് ചെയ്യുക. വേർഡിൽ ടൈപ്പ് ചെയ്യുന്നില്ല വെച്ചാൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട്
ഇവിടെ നമ്മൾ മലയാളം ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. PRUTHVI പൃഥ്വി രാജ് അങ്ങനെ അടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്താ പറഞ്ഞാൽ ഒരു ബോറാണ് കാണുമ്പോൾ. ഈ പൃഥ്വിരാജ് എന്നൊക്കെ എഴുതി കാണുമ്പോൾ ബോറാണ്. അത് കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നൊരു കാര്യം എന്താ പറഞ്ഞത്, ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാണ്. മാതൃഭാഷാ ദിനത്തിൽ തന്നെ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ആദ്യം കാണാണ് പൃഥ്വിരാജ് അഭിനന്ദനങ്ങൾ. പൃഥ്വിരാജിന് കണ്ട അന്നത്തെ ദിവസം പോയി. ഇല്ല, പൃഥ്വിരാജിന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഇത് കണ്ട അന്നത്തെ ദിവസം പോയി. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ എത്ര ആൾ കാണും, ഇപ്പോൾ കണ്ടോണ്ട് എത്ര ആൾ ഇത് മാറ്റി ടൈപ്പ് ചെയ്യുന്നൊന്നും വെച്ചാൽ അറിയില്ല. 4 ആൾ ടൈപ്പ് ചെയ്താൽ നല്ലത്, സന്തോഷം. അപ്പം എന്തായാലും താങ്ക് യു എൻ്റെ വീഡിയോ കണ്ടതിന്.